വിവാഹത്തിന് സുഹൃത്തിൽ നിന്നും കടം വാങ്ങിയ 1 ലക്ഷം രൂപയിൽ 50,000 രൂപ കളഞ്ഞുപോയി. 10,000 രൂപ തന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ബാക്കിയുണ്ടായിരുന്നത് 40,000 രൂപ മാത്രമായിരുന്നു. ഈ പണം വിവാഹത്തിന് തികയില്ല എന്ന മനപ്രയാസത്തിൽ പല ബസ്സുകൾ കയറി ഒടുവിൽ ഊട്ടിയിലെത്തി. വിവാഹം ഉറപ്പിച്ച പ്രതിസുത വരൻ വിഷ്ണുജിത്തിനെ മലപ്പുറത്ത് നിന്നും കാണാതായി ഊട്ടിയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് ഊട്ടിയിൽ കണ്ടെത്തിയ വിഷ്ണുജിത്തിനെ അവിടെ നിന്നും അന്വേഷണ സംഘം മലപ്പുറം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഇതിന് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് തനിക്ക് വൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു, ഇത് കാരണമാണ് താൻ നാട് വിട്ടതെന്ന് വിഷ്ണുജിത്ത് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കാണാതായി 6ാമത്തെ ദിവസമാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തുന്നത്. വിഷ്ണുവിന്റെ ഫോൺ ഓണായതാണ് അന്വേഷണ സംഘത്തിന് ഏറെ നിർണായകമായത്. വിവാഹത്തിന് സുഹൃത്തിൽ നിന്നും കടം വാങ്ങിയ 1 ലക്ഷം രൂപയിൽ 50,000 രൂപ കളഞ്ഞു പോവുകയും 10,000 രൂപ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും കഴിഞ്ഞ് ബാക്കി കയ്യിലുണ്ടായിരുന്ന 40,000 രൂപ മാത്രമായിരുന്നു. ഈ പണം വിവാഹത്തിന് തികയില്ല എന്ന് ഭയന്ന് നാട് വിട്ടതെന്നാണ് വിഷ്ണു പറഞ്ഞിരിക്കുന്നത്. മനപ്രയാസത്തിൽ പല ബസ്സുകൾ കയറിയിറങ്ങി ഒടുവിൽ ഊട്ടിയിലെത്തി. ഊട്ടിയിൽ നിന്നും പരിചയമില്ലാത്ത ഒരാളുടെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ചുവെന്നാണ് വിഷ്ണു പറയുന്നത്. ഈ വിളി പിന്തുടർന്നാണ് പോലീസ് വിഷ്ണുജിത്തിലേക്ക് എത്തുന്നത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതാകുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വിവാഹം നടക്കേണ്ടതായിരുന്നു. മഞ്ചേരി സ്വദേശിയാണ് വധു. വിവാഹത്തിന് 3 ദിവസം മുൻപ് പണത്തിന്റെ ആവശ്യത്തിനായി വിഷ്ണുജിത്ത് വീട്ടിൽ നിന്നും പാലക്കാട്ടേക്ക് പോയി. എന്നാൽ പിന്നീട് വിഷ്ണുവിന്റെ ഫോൺ ഓഫാവുകയായിരുന്നു. പാലക്കാട് കഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു വിഷ്ണുജിത്ത്. 4-ാം തീയതി വിഷ്ണു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറുന്ന CCTV ദൃശ്യമടക്കം പുറത്തുവന്നിരുന്നു. സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വിഷ്ണുവിനെ ആരെങ്കിലും പിടിച്ചുവെക്കുകയോ അല്ലെങ്കിൽ അപായപ്പെടുത്തുകയോ ചെയ്തെന്നായിരുന്നു സംശയം. അതേസമയം വിഷ്ണുജിത്തിനെ വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 8-ന് വിവാഹം നടക്കേണ്ടിയിരുന്ന വിഷ്ണുജിത്തിനെയാണ് 4 ദിവസമായി കാണാതായത്. ഈ മാസം 4-ന് വിവാഹ ആവശ്യത്തിനായി കുറച്ച് പണം സംഘടിപ്പിക്കാനായിട്ടായിരുന്നു വിഷ്ണുജിത്ത് പാലക്കാട്ടേക്ക് തിരിച്ചത്. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. അതേസമയം മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് തന്റെ മകൻ മാറി നിന്നതെങ്കിൽ വിവാഹ ദിവസമെങ്കിലും മകൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു അമ്മ. അതുകൂടി ഇല്ലാതായതോടെയാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ വീട്ടുകാർ എല്ലാവരുടെയും സഹായം തേടിയത്. പാലക്കാട് കഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിൽ ജോലിക്കാരനായിരുന്നു വിഷ്ണുജിത്ത്. കുറച്ച് പണം കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് വിഷ്ണുജിത്ത് പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു. പിന്നാലെ 3 ദിവസമായി ഫോൺ സ്വിച്ച്ഡ് ഓഫായി. കഞ്ചിക്കോട് മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ കാണിച്ചിരുന്നു. 4 വർഷമായി സൗഹൃദത്തിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ടാണ് വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചതും. മലപ്പുറം പോലീസ് FIR ഇട്ടാണ് കേസ് അന്വേഷണം നടത്തിയത്. അതേസമയം സാമ്പത്തിക ബുദ്ധിമുട്ടൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമുള്ളതായി വിഷ്ണുജിത്ത് വീട്ടുകാരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതേസമയം വിഷ്ണുജിത്തിനെ ഇന്ന് മലപ്പുറത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.